നഗരത്തിന്റെ തിരക്കുകൾക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കും നടുവിൽ പ്രകൃതി ഇപ്പോഴും ശ്വാസമെടുക്കുന്നൊരിടമുണ്ട്. പക്ഷികളുടെ കളകളാരവും ഇലകളുടെ ചൂളമൊഴിയും മാത്രം കേൾക്കുന്ന പച്ചത്തുരുത്ത് തിരുവനന്തപുരം ശാസ്തമംഗലത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ KG ശ്രീകേശ് മനസ്സിൽ നട്ടൊരു സ്വപ്നം ഇന്ന് നൂറുകണക്കിന് ജീവജാലങ്ങളുടെ അഭയ കേന്ദ്രമായി വളർന്നിരിക്കുകയാണ്. നഗരത്തിന്റെ ശബ്ദങ്ങളിൽ നിന്ന് ഏതാനും ചുവടുകൾ മാത്രം അകലെ മറ്റൊരു ലോകം. മരച്ചിലകളിൽ നിന്ന് മരച്ചിലകളിലേക്ക് പറന്നിറങ്ങുന്ന കുരുവികൾ, മുളങ്കാടുകൾക്കിടയിലൂടെ ഇര തേടുന്ന പക്ഷികൾ, പൂക്കൾക്കിടയിൽ പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ. ശാസ്തമംഗലത്തെ ഈ വീട്ടുമുറ്റം ഇന്ന് പ്രകൃതിയുടെ ജീവനുള്ള പാഠപുസ്തകമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഫിസിയോതെറാപ്പിസ്റ്റായ ഡോക്ടർ KG ശ്രീകേശ് ഇവിടെ ഒരു വനമൊരുക്കാൻ തുടങ്ങുന്നത്. പ്രകൃതിക്ക് കുറച്ചിടം നൽകിയാൽ അത് സ്വയം ജീവൻ തിരിച്ചു കൊണ്ടുവരുമെന്ന വിശ്വാസമായിരുന്നു അതിനു പിന്നിൽ. ഏതൊരു ചെറിയൊരു സ്പേസിൽ പോലും നമ്മൾ നന്നായിട്ട് പ്രകൃതിയെ നമ്മളൊന്ന് സംരക്ഷിച്ച് ഒന്ന് പുതപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രകൃതി പിന്നെ ബാക്കി അവിടെ അതിൻ്റെ വണ്ടേഴ്സ് നടത്തിക്കോളും എന്നുള്ളതാണ്. അപ്പം ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ഉള്ളൊരു അപ്രോച്ചാണ് എപ്പോഴും പ്രകൃതിക്ക് ആവശ്യം. നമ്മളുടെ ആവശ്യവും നടക്കണം, അതേസമയം മറ്റ് മൃഗങ്ങൾക്കും അല്ലെങ്കിൽ പക്ഷികൾക്കും ഒക്കെ നമ്മളെ കൊണ്ടുള്ള ഒരു പ്രയോജനവും കിട്ടണം. അതാണ് നമ്മൾ എൻ്റെ ഒരു മെയിൻ കൺസെപ്റ്റ് അത് തന്നെയാണ്. കാരണം ഞാൻ ഇവിടെ നോക്കിയാലും വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള ചിലവുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. നാച്ചുറലി പ്രകൃതിയെ തന്നെ വിട്ട് അത് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് തന്നെ സർവൈവ് ചെയ്യുന്നുണ്ട്, അത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പ്രകൃതിയിലേക്ക് ഒരുപാട് നമ്മൾ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. വീടിന് നടുവിലായി പടർന്നു നിൽക്കുന്ന ലാത്തിമുളക്കാടും 100 വർഷം പഴക്കമുള്ള പ്ലാവും വിവിധ ഇനം ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ചേർന്നാണ് ഈ ചെറുവനത്തിന്റെ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത്. കൊടും വേനലിലും ഇവിടെ തണുപ്പ് നിലനിൽക്കുന്നു. വലിയ തോതിൽ രാസവളങ്ങളോ ചിലവേറിയ പരിപാലനമോ ഇല്ലാതെ സ്വാഭാവിക രീതിയിലാണ് ഈ വനം വളർന്നിരിക്കുന്നത്. പ്രകൃതിയുടെ താളം തെറ്റിക്കാതെ അതിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ശ്രീകേശിന്റെ രീതി. വികസനത്തിന്റെ പേരിൽ പച്ചപ്പ് നഷ്ടമാകുന്ന കാലത്ത് ഒരു വീട്ടുമുറ്റത്ത് വളർന്ന ഈ ചെറിയ വനത്തിന് പറയാനുള്ളത് വലിയൊരു സന്ദേശമാണ്. പ്രകൃതിക്ക് ഒരു ചെറിയ ഇടം നൽകിയാൽ അത് തിരിച്ചു നൽകുന്നത് ജീവന്റെ സമൃദ്ധിയാണ്. ക്യാമറമാൻ വിനിൽ നെടുമങ്ങാടിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.